ഒടുവിൽ വയനാട്ടിൽ അടുത്ത ദുരന്തം കൂടെ നടന്നു. ഇതിപ്പോൾ എത്രാമത്തതാണ് എന്നെനിക്കറിയില്ല, ഒരുപാടായി. ഇപ്പം മണ്ണ് കൂട്ടിയിട്ടത് മഴ പെയ്തപ്പോൾ ഇളകി താഴത്തേക്ക് ഒഴുകി. അതിൻ്റെ ശക്തിയിൽ വണ്ടിയും വള്ളവും ആളും മരവും ബസ്സും ഒക്കെ ചെതറിത്തെറിച്ച് പോയി. കുറച്ച് പേര് മരിച്ചു, കുറച്ച് പേര് മരിച്ചില്ല, കുറച്ച് പേര് ആശുപത്രിയിൽ. അതിൻ്റെ കൃത്യം കണക്ക്, ഔദ്യോഗിക കണക്കൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും മണ്ണിനടിയിൽ ആളുണ്ട് എന്ന് സംശയിക്കുന്നു. ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണോ എന്നൊക്കെയാണ് ചോദ്യം. മനുഷ്യനിർമ്മിതം തന്നെയാണ്. ഞാനിത് പറയുന്നത് ഇവരുടെ റെക്കോർഡ് പരിശോധിച്ചിട്ടൊന്നുമല്ല. നമ്മളുടെ ഒരു ഉഴപ്പുണ്ടല്ലോ, ഒരു പ്രോജക്റ്റൊക്കെ നടത്തുമ്പോൾ ഒരു ഗൗരവവും നമുക്കില്ല. ഇതിൽ സംഭവിക്കാവുന്ന അപകടങ്ങളെപ്പറ്റി ആലോചനയില്ല. വലിച്ചു വാരി അങ്ങ് ചെയ്യും. ഇതാണ് നമ്മളുടെ കേരളത്തിലെ പൊതുവെ സമ്പ്രദായം. കേരളത്തിൽ പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന ആളുകളും മലയാളികളുടെ ഈ സ്വഭാവത്തിൽ വന്നു ചേരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ കേരളത്തിന് പുറത്ത് ഇങ്ങനെയൊന്നും അല്ല. പക്ഷേ കേരളത്തിനുള്ളിൽ അവർ വന്നു കഴിയുമ്പോൾ കേരളീയരെ പോലെ അവരും നടക്കുന്നിടത്ത് നടക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി. മണ്ണ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ, അത് മഴ പെയ്താൽ, അതിന് മുകളിലെ മണ്ണ് ഇളകി വന്നാൽ, ഇതൊക്കെ ചെയ്താൽ മണ്ണ് ഒലിച്ച് താഴത്തേക്ക് വരും. ഇതാർക്കും അറിഞ്ഞുകൂടാത്തത്. ഇത്ര സിമ്പിളായ ഒരു കാര്യം. മലമുകളിലെ സ്ലോപ്പും കൂടെ ആയി കഴിയുമ്പോൾ താഴത്തേക്ക് ഉഗ്രൻ ശക്തിയിൽ ഇത് കുതിച്ച് പാഞ്ഞു വരും. എന്തിന്? തീരപ്രദേശത്ത്, ഞാൻ താമസിക്കുന്ന കൊച്ചി പോലെയുള്ള സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മെല്ലെ ഇത് മണ്ണ് പരക്കാൻ തുടങ്ങും. അതിന് മഴയും വേണ്ട, വെയിലും വേണ്ട, ഒന്നും വേണ്ട. കൂട്ടിയിട്ട മണ്ണ് മെല്ലെ അതിൻ്റെ അടിഭാഗം പരന്ന് പരന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇരുന്ന് തുടങ്ങും. അതുകൊണ്ട് ഇവിടെ പോലും കൺസ്ട്രക്ഷൻ സൈറ്റിൽ മണ്ണോ ചരലോ ഒക്കെ ഇറക്കുമ്പോൾ അത് കൂന കൂട്ടിയിട്ട് അതിന് ചുറ്റും ഇഷ്ടികയോ എന്തെങ്കിലും കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇത് താഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഇതൊക്കെ ആർക്കും അറിഞ്ഞുകൂടാത്. ഇതൊരു മലമുകളിലായി കഴിയുമ്പോൾ, ഒരു വീട് വയ്ക്കുന്നതിൻ്റെ ചരലോ മണ്ണോ അല്ലല്ലോ. അവിടെ മലപ്പൊക്കത്തിൽ മണ്ണുണ്ടാകും. തുരങ്കം കുഴിക്കുകയല്ലേ. കുഴിച്ചെടുത്ത മണ്ണ്, എലി കുഴിച്ച പോലെ കുഴിച്ച് പുറത്തേക്ക് എടുത്ത മണ്ണ് കൂനയായിട്ട് വലിയ ഒരു ചെറിയ മല പോലെ കുന്നായിട്ട് നിൽക്കുന്നു. അതാണ്. അത് പിന്നെ മഴയത്ത് ഒലിച്ചു പോകാതിരിക്കാനായിട്ട് ടർപ്പാളയിട്ട് മൂടിയിരുന്നു. അത് കൊള്ളാം. ഈ നെല്ല്, കുരുമുളക് ഉണക്കുമ്പോൾ, അല്ലെ കൊപ്ര ഉണക്കുമ്പോഴൊക്കെ വൈകുന്നേരം ഇത് കൂട്ടിയിട്ടിട്ട് ടർപ്പോള കൊണ്ടൊന്ന് പൊതിയും. രാത്രിയിലെങ്ങാൻ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് നനഞ്ഞു പോകരുതല്ലോ. ഇതൊന്നും ഒരു പ്രൊട്ടക്ഷനല്ല. മഴ നനയാതെ മണ്ണ് സൂക്ഷിക്കാനൊക്കെ ടർപ്പാളയിട്ട് മൂടാൻ, അത് കുറച്ച് നേരത്തേക്കൊക്കെ അത് പിടിച്ച് നീക്കും. അത് കഴിയുമ്പോഴത്തേക്ക് 4 വശത്തു നിന്നും ശക്തമായ മഴയല്ലേ വരുന്നത്. അതുകൂടാതെ അതിന് മുകളിലുള്ള മണ്ണിൻ്റെ തള്ളലില്ലേ, ആ മണ്ണ് വന്ന് ഇതിനെ തള്ളിയിട്ടാണല്ലോ ഇതെല്ലാം കൂടെ മറിച്ചത് അഴയിട്ടത്. ഇതൊക്കെ പിടിച്ച് നിൽക്കാൻ ഒരു ടർപ്പാളയ്ക്ക് പറ്റുമോ? നിങ്ങളുടെ നീല ടർപ്പാളയ്ക്ക്? എനിക്കറിയില്ല. ഇതിൻ്റെ ഒക്കെ രസം, ഇതിൻ്റെ വിദഗ്ധൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഡോക്ടർ ഇ ശ്രീധരനാണ്. ഈ വയനാട് തുരങ്കം പണിയാനായിട്ട് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് കറക്റ്റ് ആൾക്കാരെയാണ്. കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേയുടെ ഉപജ്ഞാതാവാണ് ഡോക്ടർ ഇ ശ്രീധരൻ. അദ്ദേഹം കാണാത്ത തുരങ്കങ്ങളില്ല, അദ്ദേഹം കാണാത്ത മലയിടിച്ചിലില്ല, അദ്ദേഹം കാണാത്ത മണ്ണിടിച്ചിലില്ല, പ്രളയമില്ല, ഒരു ചുക്കുമില്ല. 93 94 വയസ്സായിട്ടും സാമാന്യം ഭേദപ്പെട്ട ആരോഗ്യവുമായിട്ട് ഇപ്പോഴും അദ്ദേഹം ദൈവാധീനം കൊണ്ട് ജീവിച്ചിരിക്കുന്നു, വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നു. അദ്ദേഹമാണ് അതിവേഗ റെയിൽപാതയ്ക്ക് പ്രൊപ്പോസൽ കൊടുത്തിരിക്കുന്നത്. അത് പരിഗണിക്കുമോ ഇല്ലെന്ന് എനിക്ക് പേടിയാണ്. കാരണം അദ്ദേഹം മലയാളികളുടെ നോട്ടത്തിൽ സംഘിയാണ്. ഈ സംഘിയെ ഈ തുരങ്കത്തിൻ്റെ ഒരു കൺസൾട്ടൻ്റായിട്ട് വയ്ക്കാമായിരുന്നു. കാരണം കൊങ്കൺ റെയിൽവേ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. കൊങ്കൺ റെയിൽവേയിൽ എത്രയോ തുരങ്കങ്ങളുണ്ട്, എത്രയോ സ്ഥലത്ത് മലയിടിച്ചിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഇടിഞ്ഞ് വീഴാറുണ്ട്, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഇതെല്ലാം ഓവർടേക്ക് ചെയ്ത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത മനുഷ്യൻ
നമ്മുടെ നാട്ടിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരു വാക്ക് പറയണ്ടേ? അത് പറയില്ല. കാരണം അദ്ദേഹം സംഘിയാണ്. ലോകപ്രശസ്തനായ എൻജിനീയറാണ്. പക്ഷേ ആൾ സംഘിയാണ്. അതുകൊണ്ട് നമ്മൾ തൊടുകില്ല. നമ്മുടെ തുരങ്കവും സഹ്യപർവ്വതം മൊത്തം ഇടിഞ്ഞ് നമ്മുടെ തലയിൽ വീണാലും ശരി, ശ്രീധരനെ തൊടുകില്ല. കാരണം സംഖ്യ തൊടാൻ പാടില്ല. ഇവരുടെ ടി വിയിൽ വരുന്ന മിനിറ്റ്സ് ഇപ്പോൾ സാധാരണ വരുന്ന സർക്കാരിലെ തർക്കമാണ്. മണ്ണ് മാറ്റാനായിട്ട് നിർദ്ദേശം കൊടുക്കാൻ ജില്ലാ കളക്ടറോട് പറഞ്ഞിരുന്നു. ജില്ലാ കളക്ടർ അങ്ങനെ ഒരു നിർദ്ദേശം വയനാട് PWD ഇൻചാർജിന് കൊടുത്തിരുന്നു. അതോ സൂപ്രണ്ടിങ് എഞ്ചിനീയറോ മറ്റും. അങ്ങേര് കൽപ്പറ്റ ഡിവിഷൻ എഞ്ചിനീയർക്ക്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. കൽപ്പറ്റ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ കോൺട്രാക്ടറോട് മണ്ണ് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. കോൺട്രാക്ടർ മണ്ണ് മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് സാറേ, പക്ഷേ ഈ മണ്ണ് എവിടെ കൊണ്ടുപോയി ഇടും എന്ന് ചോദിച്ച് കൽപ്പറ്റക്കാരന് മറുപടി കൊടുത്തു. കൽപ്പറ്റക്കാരൻ വയനാട് ജില്ലയ്ക്ക് മറുപടി കൊടുത്തു. ജില്ലാ കളക്ടർക്ക് മറുപടി കൊടുത്തു. ജില്ലാ കളക്ടർ പട്ടിക്ക് പൊതിയാതെ അങ്ങ് കിട്ടിയ പോലെ ഇത് വെച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? മണ്ണ് നീക്കാൻ സ്ഥലമില്ല. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണമായിരുന്നു പോലും. നല്ല കാര്യം. സ്ഥലം ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് അക്വിസിഷൻ ലോ അനുസരിച്ച് നോട്ടിഫിക്കേഷൻ കൊടുത്ത് ആൾക്കാരെ വിളിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊന്നും നടക്കില്ല എന്ന് സാരം. നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു സർക്കാർ ഓഫീസിൽ ഒരു കത്ത് പോകാനായിട്ട് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നാണ് ഒരു കത്ത്. ജില്ലാ കളക്ടർ അത് ഡിക്റ്റേറ്റ് ചെയ്യും, അത് ടൈപ്പ് ചെയ്യും, അതിൻ്റെ ഡ്രാഫ്റ്റ് RDO ആരെങ്കിലും ഒപ്പിട്ടിട്ട് ജില്ലാ കളക്ടർ അടുത്ത് കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് ജില്ലാ കളക്ടർ വേറൊരു ടൂറിന് പോയി കാണാം. പിറ്റേ ദിവസം അവർ വന്ന് നോക്കി ഒക്കെ ഒപ്പിട്ട് ഇത് ഡെസ്പാച്ചിൽ പോകും. ഡെസ്പാച്ചിൽ ചെല്ലുമ്പോൾ അവിടുത്തെ തങ്കപ്പമുള്ള 2 ദിവസമായിട്ട് ലീവാണ്. അതുകൊണ്ട് കത്തുകളിങ്ങനെ കൂടി അവിടെ കിടക്കുക, ഒന്നും ചെയ്തിട്ടില്ല. കത്തിൽ സ്റ്റാമ്പ് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഫ്രാങ്ക് ചെയ്യണം. അതിനൊരു അസിസ്റ്റൻ്റ് ഉണ്ടാവും. ആ അസിസ്റ്റൻ്റ് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തങ്കപ്പൻപിള്ള വരണം. തങ്കപ്പൻപിള്ള വന്ന് ഇതിൻ്റെ നമ്പറിട്ട് രജിസ്റ്ററിലൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകണം. പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പ്യൂൺ ജോസഫ് ഉച്ചയ്ക്ക് അവധിയെടുത്ത് പോയി. അപ്പോൾ ഇനിയിപ്പോൾ നാളെയല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇന്ന് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇന്ന് ക്ലിയറൻസ് ഇല്ല. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പിറ്റേ ദിവസം ഇത് പോകുന്നു. അപ്പോൾ അത് പിന്നെ അവിടുന്ന് കൽപ്പറ്റയ്ക്ക് പോകും. കൽപ്പറ്റ പോസ്റ്റ് ഓഫീസിലെ ആൾക്കാർ ഇടിച്ചും തൊഴിച്ചുമൊക്കെ ഉച്ചയായി കഴിയുമ്പോൾ, അപ്പോഴത്തേക്ക് 3 ദിവസം കഴിഞ്ഞ് ഇത് കൊണ്ടുപോയിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കൊടുക്കും. അവിടെ ഇൻവേർഡ്, ഇതൊക്കെ സർക്കാർ ഓഫീസിലുള്ള സംവിധാനമാണ്. ഇൻവേർഡിൽ ഇങ്ങനൊരു കവർ വന്നതായിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് അത് നമ്പറൊക്കെ ഇട്ട് റെഡിയാക്കി. അങ്ങനെ റെഡിയാക്കി കൊടുക്കാനുള്ള ശോശാമ്മ 3 ദിവസമായിട്ട് ലീവിലാണ്. അതുകൊണ്ട് അവിടെ വന്ന കത്തുകൾ കുന്നുകൂടി കിടക്കുന്നു. ശരി, 3 ദിവസം അങ്ങനെ പോയേ. അത് കഴിഞ്ഞ് ശോശാമ്മ വന്നു കഴിഞ്ഞപ്പോൾ മല പോലെയുണ്ട് കത്തുകൾ. എൻ്റെ പൊന്നെ ചെയ്ത് ഉച്ച കഴിഞ്ഞ് വല്ലതും നോക്കാം. അതിന് മുമ്പേ മറ്റേ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നോ എന്തായി എന്നൊക്കെയുള്ള വിവരം ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുത്തിട്ട് അവർ ഈ വിവരമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഓരോ കത്തായിട്ട് തുറന്ന് നമ്പറിട്ട് ഇൻവേർഡ് രജിസ്റ്ററിലൊക്കെ എത്തിച്ച് പിന്നെ ഇത് പോകേണ്ട എൻജിനീയർമാരുടെയൊക്കെ മേശപ്പുറത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കുള്ളത് പ്രത്യേകം ഇതെല്ലാം തിരിച്ചിട്ട് അവിടുത്തെ പ്യൂണായ ആൻ്റണിയോട് പറയും, ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോന്നു. എനിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും മേലെ, എല്ലാം കൂടെ ചേർത്തതാ എന്നൊക്കെ പറഞ്ഞ് 1-2 പറഞ്ഞ് വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ആൻ്റണി ഇത് കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴത്തേക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലീവാണ് 2-3 ദിവസം. അദ്ദേഹം വന്ന് ഈ കത്ത് വായിച്ചിട്ട് ഇങ്ങനെയാണോ, എന്നാൽ പിന്നെ കോൺട്രാക്ടർക്ക് കത്ത് കൊടുക്കാം മണ്ണ് മാറ്റാൻ. കോൺട്രാക്ടർക്ക് കത്ത്, ഈ കോൺട്രാക്ടർക്ക് കൊടുക്കാനുള്ള കത്ത് ഇതേ പ്രോസസ്സിലൂടെ വേണം ഇറങ്ങി പുറത്തേക്ക് പോകാനായിട്ട്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തുരങ്കം കുഴിക്കലോ മണ്ണ് മാറ്റലോ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറുതെ അല്ല ഇത് കടന്നു പോകും. എല്ലാവരും ഉണ്ടല്ലോ കൈ കഴുകും. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്, മറ്റേ ആളാണ് ചെയ്യാത്തത്.
നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം നിർദ്ദേശം കൊടുത്താൽ മതി, ഇത് നടക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. മണ്ണ് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ട് ഇയാൾ പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയോ? മണ്ണ് മാറ്റിയോ ഇല്ലെന്ന് നോക്കണ്ടേ. ആ സ്പോട്ടിൽ ആരെങ്കിലും പോകണ്ടേ? അതൊക്കെയല്ലേ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ. കേരളത്തിലെ മണ്ണ് വല്ലാത്തൊരു മണ്ണാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ ഇ ശ്രീധരൻ പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു, കേരളത്തിലെ മണ്ണ് വളരെ പെട്ടെന്ന് താഴത്തേക്ക് ഇരിക്കുന്ന ജാതി മണ്ണാണ്, പ്രത്യേകിച്ചും തീരപ്രദേശത്ത്. അദ്ദേഹം ഡിസൈൻ ചെയ്ത അതിവേഗ റെയിൽപാത എന്തുകൊണ്ടാണ് കൂടുതൽ തൂണുകളിലും ബാക്കി തുരങ്കം വഴിയുമാക്കുന്നത്? സർഫസിൽ ഇത്രയും ലോഡ് എടുക്കുന്ന ഒരു മണ്ണല്ല നമ്മുടെ മണ്ണ്. തീരദേശത്താണെങ്കിലും ഇടനാട്ടിലാണെങ്കിലും മലനാട്ടിലാണെങ്കിലും ഈ പ്രകമ്പനം താങ്ങാനുള്ള കഴിവ് നമ്മുടെ മണ്ണിന് കുറവാണ്. ഈ മണ്ണിനെ പരിച്ഛേദം തിരിച്ചറിയുന്ന ആളാണ് ഡോക്ടർ ഇ ശ്രീധരൻ. ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. 10, 50, 60 വർഷത്തെ എക്സ്പീരിയൻസ് വില കുറച്ച് കാണാൻ പാടില്ല. ഇടുക്കി ഡാം, അത് കനേഡിയൻ ഡിസൈനാണ്. ഇടുക്കി ഡാം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് കാനഡയിൽ നിന്ന് ഒരു സായിപ്പ് വന്നിരുന്നു. ഞാൻ പറഞ്ഞു കേട്ട കഥയാണ്. നേരോ എന്തോ നേരാവാനാണ് സാധ്യത. കാനഡയിൽ നിന്ന് സായിപ്പ് വന്നു. സായിപ്പിനൊരു 84 വയസ്സുണ്ട്. അപ്പോൾ തലേ ദിവസം ഈ കോൺട്രാക്ടർ ചെന്ന് കണ്ടു. സാർ, നാളെ കോൺക്രീറ്റ് തുടങ്ങാൻ പോവാണ്, നാളെ രാവിലെ 9 മണിക്ക്. സാറ് സൈറ്റിൽ വരുമല്ലോ, സാറ് വന്നിട്ട് ഞങ്ങൾ തുടങ്ങാം എന്ന് വെച്ചാൽ കള്ളത്തരമൊന്നും കാണിക്കുന്നില്ല, സാറിൻ്റെ മുമ്പിൽ തന്നെ തുടങ്ങാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സായിപ്പ് പറഞ്ഞു, എടോ താൻ 9 മണിക്ക് തന്നെ തുടങ്ങിക്കൂ, ഞാൻ റെഡി ആയിട്ടൊക്കെ എത്തുമ്പോൾ ഒരു 10, 11 മണിയാകും. ആ കുഴപ്പമില്ല, നിങ്ങൾ തുടങ്ങിക്കൂ. ഓ, കോൺട്രാക്ടർക്ക് സന്തോഷമായി. കോളടിച്ചില്ല. സായിപ്പ് ഉറക്കമൊക്കെ ഉറങ്ങി, ഇച്ചിരി വെള്ളമൊക്കെ അടിച്ചായിരിക്കും ഉറങ്ങുന്നത്, ഇപ്പോൾ എണീക്കാൻ താമസിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഇവർ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യുന്ന പോലെ കോൺക്രീറ്റ് അങ്ങ് മിക്സ് ചെയ്യാൻ തുടങ്ങി. ഒരു 10:30 ആയപ്പോൾ സായിപ്പ് വന്നു. സായിപ്പ് പ്രാഞ്ചി അവിടെയൊക്കെ നടന്നിട്ട് കുറച്ച് കോൺക്രീറ്റ് എടുത്തിട്ട് വായിലിട്ടു. അപ്പോൾ കോൺട്രാക്ടർ അന്തം വിട്ടുപോയില്ല, ഇയാളെന്താ കോൺക്രീറ്റ് തിന്നുന്ന ജീവിയോ? ഇദ്ദേഹം വായിലിട്ട് ഈ കോൺക്രീറ്റ് രുചിച്ചു, എന്നിട്ട് തുപ്പിക്കളഞ്ഞിട്ട് പറഞ്ഞു, കോൺക്രീറ്റ് നിർത്ത്, ഇതുവരെ ചെയ്ത കോൺക്രീറ്റ് മുഴുവൻ കളഞ്ഞ് ഫ്രഷായിട്ട് ചെയ്യും, നിങ്ങളിതിനകത്ത് കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, സത്യമല്ലേ? കോൺട്രാക്ടർ വരണ്ടു പോയി. എൻ്റെ പൊന്നു തമ്പുരാന്, ഞാൻ ഇനി മേലാൽ ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പട്ടാങ്ങടിച്ച് സായിപ്പ് പറഞ്ഞു, ഇനി ഇങ്ങനെ ഞാൻ ചെയ്ത് താൻ പിടിച്ചു കഴിഞ്ഞാൽ തൻ്റെ കാര്യം പോക്കാണ്, ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു. ഭയമായില്ല. കോൺട്രാക്ടർ കാൽക്കലൊക്കെ വീണ് അതിനുശേഷം അത് മര്യാദയ്ക്ക് കോൺക്രീറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ട കഥ. അപ്പോൾ ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇവരുടെ എക്സ്പീരിയൻസ് ആണ്. 84 വയസ്സുള്ള കനേഡിയൻ സിവിൽ എഞ്ചിനീയർക്ക് കോൺക്രീറ്റ് ലാബിൽ അയക്കേണ്ട, അത് കൊള്ളാവുന്നതാണോ എന്ന് നോക്കാൻ ലാബ് വേണ്ട, പുള്ളിയുടെ നാക്കാണ് ലാബ്. ആരെങ്കിലും വായിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മിക്സിങ് ശരിയല്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ആ ഫാക്കൽറ്റിയുള്ള മനുഷ്യരുണ്ട്. ഈ ശ്രീധരൻ ഇതുപോലെ കേരളത്തിലെ മണ്ണ് കാണാപ്പാഠം അറിയുന്ന ആളാണ്. അദ്ദേഹം നടന്നു പോകുമ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് ഏത് ടൈപ്പാണ് എന്ന് ഒരു സോയിൽ ടെസ്റ്റുമില്ലാതെ അദ്ദേഹം പറയും. ഇവിടെ ഈ കൺസ്ട്രക്ഷൻ നടക്കില്ല, അഥവാ നടത്തണമെങ്കിൽ ഇന്ന പ്രിക്കോഷൻസ് എടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന ഒരു മനുഷ്യൻ. പാലാരിവട്ടം പാലം വീഴാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു. അദ്ദേഹം അടിവശത്തു നിന്ന് അതിൻ്റെ തൂണുകൾ പരിശോധിച്ചിട്ട് അതിനെ പരിഹാരം നിർദ്ദേശിച്ചു. അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലും കോസ്റ്റ്ലി ആയ എന്തോ പരിഹാരമാണ് അതിന് അവസാനം നടപ്പിലായതെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. എനിവേ അദ്ദേഹം അത് വിട്ടു, അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം വന്ന് നോക്കി ചെയ്യേണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പറഞ്ഞ വയനാട്ടിലെ ഈ തുരങ്കത്തിൻ്റെ കൺസൾട്ടൻ്റായിട്ട് ഡോക്ടർ ഇ ശ്രീധരനെ വെച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ അപകടം നടക്കാൻ അനുവദിക്കുമായിരുന്നില്ല. കാരണം അദ്ദേഹം ആ സ്പോട്ടിലുണ്ടാവും. ഈ കത്ത്, മിനിറ്റ്സ്, പോസ്റ്റ്മാൻ, ശോശാമ്മ, തങ്കപ്പൻ പിള്ള ഇവരാരും ഇല്ലാതെ തന്നെ ആ കോൺട്രാക്ടറെ വിളിച്ചിട്ട്, എടോ ഞാനിവിടെ നിൽക്കുകയാണ്, 1 മണിക്കൂറിനകം മണ്ണ് ഇവിടെ നിന്ന് മാറ്റിക്കൊള്ളണം, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും മണ്ണ് മാറ്റിക്കോ, വളരെ വേഗം മാറ്റിക്കോ.
ഈ മണ്ണ് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ എടുക്കും. ഇപ്പോൾ രാവിലെ 10:30 മണിയായിട്ടുള്ളൂ, 12:30 മണിക്ക് ഇത് മാറ്റിത്തരും. ഇതിനിടയ്ക്ക് മഴ പെയ്തിട്ട് കുറച്ച് കുത്തിയൊലിച്ചാൽ പോലും അത് നമുക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റും. അതുകൊണ്ട് ഇപ്പം ചെയ്യണം. ഐ ആം ഹിയർ എന്ന് പറഞ്ഞ് ആ സൈറ്റിൽ നിന്നാൽ എന്ത് ചെയ്യും? ഗംബൂട്ടും തൊപ്പിയും കുടയും അല്ലെങ്കിൽ റെയിൻ കോട്ടും ഒക്കെ ആയിട്ട് ഡോക്ടർ ഇ ശ്രീധരൻ അവിടെ നിൽപ്പുണ്ടാകും. കോൺട്രാക്ടർക്ക് പണിയെടുത്തേ മതിയാവുള്ളൂ. അല്ലാതെ കത്ത് കൊടുക്കുക, പോസ്റ്റ്മാൻ വഴിക്ക് അയക്കുക, ഈ വക കലാപരിപാടിക്കൊന്നും തലയ്ക്ക് വെളിവുള്ള എൻജിനീയർമാരും നിൽക്കാറില്ല, കൺസൾട്ടൻ്റ്മാരും നിൽക്കാറില്ല. എത്രയോ കാലം ഇതുപോലത്തെ സൈറ്റുകളിൽ ജോലി ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. തുരങ്കം പണിയിലൊന്നും ഞാൻ പോയിട്ടൊന്നുമില്ല. ബട്ട് ഈ മണ്ണ് കൈകാര്യം ചെയ്ത് ഇപ്പോൾ ഈ ഹെവി കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ മണ്ണ് മാറ്റേണ്ടി വരും. കുഴി കുഴിക്കുമ്പോൾ വലിയ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകും. സാൻഡിൻ്റെ വലിയ ട്രെഞ്ച് പോലെ എടുക്കേണ്ടി വരും ഫൗണ്ടേഷനൊക്കെ ഇടാൻ. ടൺ കണക്കിന് മണ്ണാണ്. അത് 2 വശത്തും കൂന പോലെ കൂട്ടിയിടും. മഴ പെയ്ത് കഴിയുമ്പോൾ തിരിച്ച് ട്രെഞ്ചിലേക്ക് വീഴുക. അത് മാറ്റിയില്ലെങ്കിൽ വീഴുമല്ലോ തിരിച്ച്. നമ്മളൊരു വീടിൻ്റെ അടിത്തറ പണിയുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ, അടിത്തറയ്ക്ക് 2 വശത്തും നമ്മൾ മണ്ണ് കുഴിച്ച് ഒരു 4 അടി ആഴത്തിൽ അടിത്തറയെങ്കിൽ 4 അടി ആഴത്തിലെ മണ്ണ് നമ്മൾ മാറ്റുമല്ലോ. ആ മാറ്റിയ മണ്ണ് ആ അരികിൽ തന്നെ നിങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ തിരിച്ചത് ഈ അടിത്തറയുടെ കുഴിയിലേക്ക് വീഴും. സാമാന്യ ബുദ്ധിയല്ലേ. അപ്പോൾ അത് മാറ്റണം, നമ്മൾ അപ്പം തന്നെ മാറ്റും. പിന്നീടത്തേക്ക് വയ്ക്കില്ല. മഴ വരുന്നുണ്ടോ എന്ന് നോക്കില്ല, ഒന്നും ചെയ്യില്ല, അപ്പം തന്നെ മാറ്റും. അത് മാറ്റാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിന് സ്ഥലം ഉണ്ടാവണം. അത് നേരത്തെ കണ്ടിട്ട് വേണം ഈ പണിയൊക്കെ തുടങ്ങാൻ. നമ്മൾ 5 സെൻറ്റിലൊരു വീട് പണിയുമ്പോൾ ഈ അടിത്തറയ്ക്ക് കുഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ എന്താ ചെയ്യുന്നത്? അതൊക്കെ തന്നെ ഈ സൈറ്റിലും ചെയ്യേണ്ടി വരും. അതുപോലും ചിന്തിക്കാതെയും പറയാതെയുമാണ് ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് മനുഷ്യജീവൻ കുരുതിക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ പറയുക? ഇപ്പം എന്നിട്ട് മാധവ് ഗാഡ്ഗിലിനൊക്കെ ഓടിച്ചില്ലേ? ഓർക്കുന്നില്ലേ? കത്തോലിക്ക സഭയിലെ അച്ഛന്മാരെല്ലാം കൂടെ നിരത്തിപ്പിടിച്ച് വലിയ സമരവും ഫോറസ്റ്റ് ഓഫീസിന് തീയിടലും ഒക്കെ നടത്തിയതല്ലേ? മാധവ് ഗാഡ്ഗിൽ ഓടിയ വഴിക്ക് പുല്ല് മുളച്ച്. പുള്ളിക്ക് പിന്നെ എന്താ, പുള്ളിക്ക് പ്രായമായിരുന്നു. പുള്ളി പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് നമ്മൾ ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്തു. കസ്തൂരി രംഗൻ റിപ്പോർട്ടാക്കി, പിന്നെ അത് ഉമ്മൻ റിപ്പോർട്ടാക്കി, പിന്നെ അത് നടപ്പിലാക്കണ്ടെന്ന് വിചാരിച്ചു. അതങ്ങനെ കിടന്നു. നമ്മൾ മലകൾ മുഴുവൻ കയ്യേറി. അവിടെ നിന്ന് റോഡ് പണിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മലയെല്ലാം കുത്തിപ്പൊളിച്ചു. ഇപ്പോൾ ഹൈവേ പണിയാനാണെന്ന് പറഞ്ഞ് അതിന് മണ്ണെടുത്തു. ഇങ്ങനെ സഖ്യപർവ്വതം ശോഷിച്ച് വരികയാണ്. ഒരു ദിവസം ഈ സഖ്യപർവ്വതം ഉരുണ്ട് കുറേ തമിഴ്നാട്ടിലും കുറേ കേരളത്തിലുമായിട്ട് വീഴും. അപ്പോൾ നമുക്ക് സന്തോഷമാകും. അപ്പോഴും നമ്മളിങ്ങനെ കത്തയച്ചതിൻ്റെ കാര്യം, പോസ്റ്റ്മാനെ കണ്ട കാര്യം, ശോശാമ്മ ലീവ് എടുത്ത കാര്യം, ഇതൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കും. ദൈവം നമ്മളെ രക്ഷിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.